പഠിക്കുക പോരാടുക എന്നതാണ് SFIയുടെ മുദ്രാവാക്യം. എന്നാൽ പഠിക്കാനും പോരാടാനും മാത്രമല്ല, കഞ്ചാവ് കച്ചവടത്തിനും ക്യാമ്പസുകളിലെത്തുന്ന ചില കുട്ടി സഖാക്കളുണ്ട്. കോളേജ് ഹോസ്റ്റലുകളിലെ ഇടിമുറികളും കഞ്ചാവ് മുറികളും ക്യാമ്പസുകളിലെ ഭീകരതയാണ് തുറന്നുകാട്ടുന്നത്. കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടികൂടിയ കേസിൽ SFI നേതാവിന്റെ പങ്കും പുറത്തുവരുന്നു. ഹോസ്റ്റലിൽ വിൽപ്പനയ്ക്കായാണ് യൂണിയൻ ഭാരവാഹി അഭിരാജും സംഘവും കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ലഹരി പുകയുന്ന ഇടമാണോ കോളേജ് ഹോസ്റ്റലുകൾ? ആരാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നത്? ലഹരിക്കെതിരെ പോരാടുന്ന വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ലഹരി സംഘങ്ങൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും? ഇതോടൊപ്പം പത്തനംതിട്ടയിൽ മദ്യലഹരിയിൽ വൃദ്ധമാതാവിന് നേരെ ഒരു മകന്റെ ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തയും പുറത്തുവരുന്നുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. SFIയുടെ ചെങ്കോട്ടയായ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് കേരളത്തിലെ പല ക്യാമ്പസുകളും പോലെ ഭീകരത നിറഞ്ഞ ഹോസ്റ്റൽ മുറികൾ, രഹസ്യമായും പരസ്യമായും കഞ്ചാവ് കച്ചവടം. കഴിഞ്ഞ രാത്രി പോലീസിനൊരു രഹസ്യ വിവരം ലഭിക്കുന്നു. ഹോളി ആഘോഷിക്കാൻ പോളിയിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ട്. ഹോൾസെയിലായിട്ട് എത്തിയ സാധനം വിൽക്കാൻ ത്രാസ് വരെ റെഡി. രാത്രി 9 മണിക്ക് തുടങ്ങിയ റെയ്ഡ് പുലർച്ചെ അവസാനിക്കുമ്പോൾ കഞ്ചാവും മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും ഹോസ്റ്റൽ മുറികളിൽ നിന്നും കണ്ടെടുത്തു. കോളേജിലെ SFI നേതാവും യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ അഭിരാജിന്റെയും സംഘത്തിന്റെയും മുറികളിൽ നിന്ന് പിടിച്ചെടുത്തത് 2 കിലോ കഞ്ചാവ്. പിന്നാലെ പതിവ് ക്യാപ്സൂളുമായി SFI നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും പോലീസ് അവരുടെ വാദങ്ങൾ പൊളിച്ചടക്കി. കഴിഞ്ഞ രാത്രി 9 മണിയോടെ നർക്കോട്ടിക് സെൽ, ഡാൻസ് ഓഫ്, കളമശ്ശേരി പോലീസ് എന്നിവരടങ്ങിയ സംഘമാണ് പോളിടെക്നിക്കിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയത്. ജില്ലാ പോലീസ് മേധാവി പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശമനുസരിച്ച് വ്യാപക പരിശോധന. പുലർച്ചെ 4 മണി വരെ നീണ്ട റെയ്ഡിൽ 2 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. 1-ാം നിലയിലെ മുറിയിൽ നിന്ന് 1 കിലോ 909 ഗ്രാം കഞ്ചാവും ഇലക്ട്രോണിക് ത്രാസും പിടിച്ചു. പിന്നാലെ പോലീസ് എത്തിയത് SFI നേതാവും യൂണിയൻ ഭാരവാഹിയുമായ അഭിരാജിന്റെ മുറിയിലേക്ക്. 2-ാം നിലയിലെ മുറിയിൽ 9 ഗ്രാം കഞ്ചാവ്, മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും ഇവിടെ നിന്നും കണ്ടെടുത്തു. ഹോസ്റ്റൽ മുറിയിലെ അലമാരയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ അഭിരാജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത്. വിദ്യാർത്ഥികളോ മറ്റു വ്യക്തികളോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇതിനു മുമ്പും എക്സൈസും പോലീസും അവിടെ ചെറിയ ക്വാണ്ടിറ്റി കേസുകളെല്ലാം എടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഒരു സാന്നിധ്യവും പോലീസ് എപ്പോഴും നിരീക്ഷിച്ചു വരുന്നൊരു സ്ഥലവുമാണ്. റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും അവിടെ വരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അവരുടെ സമ്മതമില്ലാതെ റൂമിൽ കയറുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ്. കേസിൽ പിടിയിലായ അഭിരാജിനെയും ആദിത്യനെയും പിന്നാലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ സംഭവത്തിൽ പങ്കില്ലെന്ന വാദവുമായി അഭിരാജും SFIയും രംഗത്തെത്തി. ഈ വിദ്യാർത്ഥിയുടെ അഭിരാജിന്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ഷർട്ടിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ബാഗിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല. അഭിരാജ് ഇന്നലെ ഈ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ ഹോസ്റ്റലിനകത്ത് പോലും ഉണ്ടായിട്ടില്ല. അതപ്പോ അവിടെ കൊണ്ട് ഇട്ടു എന്നാണോ പറഞ്ഞത്? എന്നിട്ട് നിങ്ങളെ പ്രതിയാക്കുമായിരുന്നു, അങ്ങനെ കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. പരാതികൾ നൽകുന്നുണ്ട്. എന്നാൽ SFIയുടെ വാദങ്ങൾ തള്ളിയ പോലീസ് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് വിശദീകരിച്ചു. എല്ലാ തെളിവുകളോടും കൂടി നിയമാനുസൃതമായാണ് പരിശോധന നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. ക്യാമ്പസിൽ നിന്നും മുൻപും ചെറിയ അളവിൽ ലഹരി മരുന്ന് പിടികൂടിയിട്ടുണ്ടെന്നും ലഹരിയുടെ വരവ് തടയാൻ 6 മാസമായി പോലീസുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും
പോളിടെക്നിക് പ്രിൻസിപ്പാൾ ഡോക്ടർ ഐജു തോമസ് പറഞ്ഞു. എന്തെങ്കിലും ആഘോഷം വരുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് പോലീസിനെ അറിയിക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും കൂടുതൽ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഹോസ്റ്റലിൽ പൂർവ്വ വിദ്യാർത്ഥികളടക്കം വന്നു പോകുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ കഞ്ചാവ് എവിടെ നിന്നെത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. മദ്യവും ലഹരിയും ഈ നാടിനെ നശിപ്പിക്കുകയാണ്, കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുകയാണ്. വളർത്തി വലുതാക്കിയ അച്ഛനെ കൊലപ്പെടുത്തുന്നവർ, നൊന്തു പ്രസവിച്ച അമ്മയെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നവർ. പത്തനംതിട്ട തിരുവല്ല കവിയൂരിൽ മദ്യലഹരിയിലാണ് യുവാവ് അമ്മയെ ക്രൂരമായി മർദ്ദിച്ചത്. 75 വയസ്സുള്ള സരോജിനിയെ മർദ്ദിച്ച കേസിൽ മകൻ സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏറെ നാളായി അമ്മയെ മകൻ മർദ്ദിച്ചിരുന്നതായി ബന്ധുക്കളും അയൽവാസികളും പറയുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയാണ് സരോജിനിയെ മകൻ സന്തോഷ് മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ചത്. സ്ഥിരമായി മദ്യപിക്കാറുള്ള സന്തോഷ് വീട്ടിലെത്തിയാൽ നിരന്തരം വഴക്കും പ്രശ്നങ്ങളും പതിവാണ്. പല ദിവസങ്ങളിലും മദ്യപിച്ചെത്തി ഇയാൾ അമ്മ സരോജിനിയെ മർദ്ദിക്കാറുണ്ടെന്ന് അയൽവാസികൾ പറഞ്ഞു. തടസ്സം പിടിക്കാനെത്തുന്ന അയൽവാസികളെയും ഇയാൾ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്യും. അക്രമം പതിവായതോടെയാണ് അയൽവാസികൾ ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറിയത്. വീട്ടിലെത്തിയാണ് പോലീസ് സന്തോഷിനെ അറസ്റ്റ് ചെയ്തത്. സന്തോഷ് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ഭാര്യയും മക്കളും ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു. മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടാണ് സരോജിനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നത്. നാട്ടുകാരും പഞ്ചായത്ത് അംഗവും സന്തോഷിനെതിരെ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങൾ പണം കടം കൊടുക്കാറുണ്ടോ? പണം കടം വാങ്ങുന്നവർ കൃത്യസമയത്ത് തിരികെ നൽകിയില്ലെങ്കിൽ അത് വലിയ വിദ്വേഷത്തിനു വരെയും കാരണമാകാറുണ്ടല്ലേ? പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊലപ്പെടുത്തിയത് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചിട്ടും നൽകാത്തതിനാണ്. അഞ്ചുമൂർത്തി മംഗലം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്തായ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിന് കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അഞ്ചുമൂർത്തി മംഗലം സ്വദേശി 24-കാരനായ മനുവാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം. കുത്തേറ്റ മനുവിനെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 1 മണിയോടെ മരിച്ചു. സംഭവത്തിൽ മനുവിന്റെ സുഹൃത്തായ അഞ്ചുമൂർത്തി മംഗലം സ്വദേശി ചോഴിയങ്കാട് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം. വിഷ്ണുവിൽ നിന്ന് മനു 6000 രൂപ കടം വാങ്ങിയിരുന്നു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഇത് തിരിച്ചു നൽകിയില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വിഷ്ണു നിരന്തരം മനുവിനെ ഫോണിൽ വിളിച്ച് പണം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. വ്യാഴാഴ്ച ഇവരുടെ വീടിനടുത്തുള്ള പാടത്ത് വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്നാണ് വഴക്ക് മൂർച്ഛിച്ചതും കത്തിക്കുത്തിൽ കലാശിച്ചതും. വിഷ്ണുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 പാലക്കാട്. ഇന്റർപോളിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ അലക്സേജ് ബെഷ്യോക്കോവ് വർക്കലയിലെത്തിയത് അവധി ആഘോഷിക്കാനല്ല. കഴിഞ്ഞ 5 വർഷമായി അയാളുടെ ഒളി സങ്കേതമായിരുന്നു നമ്മുടെ കൊച്ചു കേരളം. ലാത്വിയൻ പൗരനായ അലക്സേജിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. വർക്കലയിൽ 5 വർഷത്തേക്ക് ഒരു ഹോം സ്റ്റേ എടുത്തായിരുന്നു പ്രതിയുടെ കേരളത്തിലെ നീക്കങ്ങൾ. പ്രമുഖ കമ്പനികളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്ത് ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്.
ലോകവ്യാപകമായി 1263 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് വിവരം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വേറെയും കുറ്റവാളികൾ സമാന രീതിയിൽ ഇവിടെ ഒളിവിൽ കഴിയുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. അലക്സേസ് ബിഷോക്കോവ് ഇന്റർപോളിന്റെ പട്ടികയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ, അമേരിക്ക അന്വേഷിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക കുറ്റവാളി. കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്ന് അലക്സേസ് പിടിയിലായപ്പോൾ ഞെട്ടിയവരിൽ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെല്ലാം ഉണ്ട്. എല്ലാവരെയും കബളിപ്പിച്ച് കഴിഞ്ഞ 5 വർഷമാണ് അലക്സേസ് വർക്കല കേന്ദ്രീകരിച്ച് കഴിഞ്ഞിരുന്നത്. വർക്കലയിൽ 5 വർഷത്തേക്ക് ഒരു ഹോം സ്റ്റേ വാടകയ്ക്കെടുത്തായിരുന്നു പ്രതിയുടെ കേരളത്തിലെ നീക്കങ്ങൾ. വർക്കല സ്വദേശി സിനി, റഷ്യക്കാരനായ റോമൻ എന്നിവരുടെ പങ്കാളിത്തത്തിലായിരുന്നു ഇത്. വിസ കാലാവധി തീരുമെന്നതിനാൽ 6 മാസം കൂടുമ്പോൾ ഏതെങ്കിലും രാജ്യത്ത് പോയ ശേഷം വീണ്ടും മടങ്ങിയെത്തും. വിദേശികൾ രാജ്യത്ത് കഴിയേണ്ടപ്പോൾ പാലിക്കേണ്ട പല വ്യവസ്ഥകളും തന്ത്രപൂർവ്വം മറികടക്കുകയായിരുന്നു. CBI നടത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ നീക്കത്തിലാണ് അലക്സേസ് വലയിലായത്. ലോകവ്യാപകമായി 1263 കോടി രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. പ്രമുഖ കമ്പനികളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തായിരുന്നു തട്ടിപ്പ്. നാട്ടിലാരുമായി ബന്ധം സ്ഥാപിക്കാതെയാണ് വിദഗ്ധമായി തട്ടിപ്പ് നടത്തിയത്. ലിത്വാനിയയിലേക്ക് മടങ്ങാനായിരുന്നു പിടിയിലായ പ്രതിയുടെ നീക്കമെന്നും പോലീസ് വ്യക്തമാക്കി. 1263 crores വർത്ത് മണിയാണ് ഈ പുള്ളിയുടെ ഗ്യാരന്റെക്സ് ക്രിപ്റ്റോ കറൻസിനകത്തുള്ളത്. ആൻഡ് 146 മില്യൺ US$ ആണ്. അപ്പൊ ഇത് 2020 നിന്ന് ഇപ്പൊ ഇതുവരെ കണ്ടിന്യൂസ്ലി ഈ തട്ടിപ്പ് നടത്തിയായിരുന്നു. ദുരൂഹമായ നീക്കങ്ങളായിരുന്നു ഇയാളുടേത്. ക്രിപ്റ്റോ കറൻസി വഴി തീവ്ര സംഘടനകൾക്ക് കള്ളപ്പണം വെളുപ്പിച്ചു നൽകിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. റഷ്യൻ ചാരസംഘടനയുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇന്റർപോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിനെ തുടർന്ന് പല രാജ്യങ്ങളിലായി ഒളിവിൽ തുടരുകയായിരുന്നു. ലഹരി മരുന്ന് കടത്തു സംഘങ്ങളുമായി ഡാർക്ക് നെറ്റിൽ ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു. വർക്കലയിലെ ഹോം സ്റ്റേയിൽ 1 മാസത്തോളമായി കുടുംബസമേതമാണ് താമസിച്ചിരുന്നത്. ഒരാഴ്ച മുമ്പ് കുടുംബം തിരികെ പോയിരുന്നു. പ്രതിയെ പട്യാല കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 വർക്കല. നമ്മളിൽ പലരും കുട്ടിക്കാലത്ത് അയൽവീടുകളിലും ബന്ധുവീടുകളിലും TV കാണാനും കളിക്കാനുമൊക്കെ പോയിരുന്നത് ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാകും. ആ നന്മയുള്ള നാളുകൾ ഇന്ന് ഓർമ്മകളാണ്. ഇപ്പോൾ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. കണ്ണൂരിൽ 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് കുടുംബ സുഹൃത്തായ യുവതിയാണ്. പെൺകുട്ടിയെ സ്നേഹം നടിച്ചാണ് 23-കാരി ലൈംഗികമായി ചൂഷണം ചെയ്തത്. കേസിൽ പുളിമ്പറമ്പ് സ്വദേശിനി സ്നേഹ മെർലിനെ പോലീസ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. ചൈൽഡ് ലൈൻ നടത്തിയ കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തുവന്നത്. പലതവണ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. സ്നേഹ മെർലിനെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് സ്വദേശിനിയാണ് പീഡനത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനി. സ്കൂളിൽ വെച്ച് കുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് വിവരം പുറംലോകം അറിയുന്നത്. ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് അധ്യാപിക വിവരം കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അധ്യാപകരുടെ നിർദ്ദേശം അനുസരിച്ച് രക്ഷിതാക്കൾ കുട്ടിയെ ചൈൽഡ് ലൈനിന്റെ കൌൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് കുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത്. യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് 12-കാരി കൌൺസിലിംഗിൽ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയും യുവതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഫെബ്രുവരിയിലായിരുന്നു സ്നേഹ 12-കാരിയെ പീഡിപ്പിച്ചത്. പെൺകുട്ടിക്ക് സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ സ്നേഹ നൽകിയിരുന്നതായും വെളിപ്പെടുത്തലുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. CPI കണ്ണൂർ ജില്ലാ കൌൺസിൽ അംഗം K മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹ പ്രതിയാണ്. ന്യൂസ് 18 കണ്ണൂർ. ആലപ്പുഴ താമരക്കുളത്ത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയ കറിയിൽ ഗ്രേവി കുറഞ്ഞതിന്റെ പേരിൽ അക്രമം.
ഹോട്ടൽ ഉടമയെ ചട്ടുകത്തിന് തലക്കടിച്ചു പരിക്കേൽപ്പിച്ചത് യുവാക്കളടങ്ങിയ സംഘമാണ്. പൊറോട്ടയും ബീഫ് ഫ്രൈയും പാഴ്സൽ വാങ്ങിയപ്പോൾ ഗ്രേവി കുറവാണെന്ന പേരിലാണ് ആക്രമണം നടത്തിയത്. 3 പേർ ചേർന്നാണ് ഹോട്ടലിലെ സാധനങ്ങൾ അടിച്ചു തകർത്തതും ഉടമയെ മർദ്ദിച്ചതും. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. 3 പ്രതികളെയും നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 7ഓടെ ചാരമൂട് താമരക്കുളം ജംഗ്ഷന് സമീപത്തെ ഹോട്ടലിലാണ് സംഭവം. 6 മണിയോടെ 3 യുവാക്കൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും ഗ്രേവിയും വാങ്ങിപ്പോയിരുന്നു. 1 മണിക്കൂറിന് ശേഷം തിരിച്ചെത്തിയ സംഘം ഗ്രേവി കുറഞ്ഞുപോയി എന്ന പേരിൽ കടയുടമയുമായി തർക്കത്തിലായി. തുടർന്ന് കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. ഹോട്ടലുടമ മുഹമ്മദ് ഉവൈസ്, ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് നൌഷാദ്, ഭാര്യ മാതാവ് റെജില എന്നിവർക്കാണ് പരിക്കേറ്റത്. യുവാക്കളിൽ ഒരാൾ ചട്ടുകം ഉപയോഗിച്ച് ഹോട്ടലുടമയുടെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റ 3 പേരെയും അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഹോട്ടലുടമയുടെ പരാതിയിൽ നൂർനാട് പോലീസ് കേസെടുത്ു. വള്ളികുന്നം സ്വദേശികളായ 21-കാരൻ ഷിജിൻ, 26-കാരൻ വിഷ്ണു, 25-കാരൻ അനൂപ് എന്നിവർ അറസ്റ്റിലായി. ന്യൂസ് 18 ആലപ്പുഴ. മകന്റെ ക്രൂരതയുടെ നീറുന്ന ഓർമ്മകൾ, മരണം മുന്നിൽ കണ്ട 17 ദിവസങ്ങൾ എല്ലാം അതിജീവിച്ച് വെഞ്ഞാറമൂട്ടിലെ ഷെമി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. എന്നാൽ പൊന്നുപോലെ സ്നേഹിച്ച മക്കളില്ലാത്ത പേരമലയിലെ വീട്ടിലേക്ക് ഇനി താമസിക്കാൻ ആ അമ്മയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഭർത്താവ് അബ്ദുൾ റഹീമിനോട് ഷെമി പലതും തുറന്നു പറയുന്നുണ്ട്. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദമുണ്ടായതായി ഷെമി പറഞ്ഞു. എന്നാൽ അഫാനെ കൊലയാളിയാക്കിയതിന് പിന്നിൽ അതും ഒരു കാരണമാണോ? എങ്ങനെയാണ് ഇത്രയധികം സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ടായത്? ഈ ചോദ്യങ്ങൾക്ക് ഷെമിയിൽ നിന്ന് തന്നെ ഉത്തരമുണ്ടാകുമോ? ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിച്ചുകൂട്ടിയ 17 ദിവസത്തിന് ശേഷമാണ് വെഞ്ഞാറമൂട് സംഭവത്തിൽ ജീവനോടെ അവശേഷിച്ച ഇര ഷെമി ആശുപത്രി വിട്ടത്. കൊടും ക്രൂരകൃത്യത്തിന് 23 വയസ്സുകാരനായ മൂത്ത മകൻ അഫാനെ പ്രേരിപ്പിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ വിവരിക്കുന്നതിനിടയിലാണ് ഭർത്താവ് അബ്ദുൾ റഹീമിനോട് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാർ 8 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി ഷെമി വെളിപ്പെടുത്തിയത്. റഹീമിന്റെ അറിവോടെ സെൻട്രൽ ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 4 ലക്ഷം രൂപ റഹീം വിദേശത്ത് നിന്ന് കുടുംബത്തിന് അയച്ചു നൽകിയിരുന്നു. എന്നാൽ ഇതിൽ 2 ലക്ഷം രൂപ മാത്രമാണ് ഷെമിയും മകൻ അഫാനും ചേർന്ന് ബാങ്കിൽ തിരിച്ചടച്ചത്. ശേഷിച്ച പണം എന്ത് ചെയ്തെന്ന് അബ്ദുൾ റഹീമിന്റെ ചോദ്യത്തിന് ഭാര്യ വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാണ് സൂചന. $8 ലക്ഷം രൂപ വായ്പ എടുത്തതിന്റെയും 2 ലക്ഷം രൂപ ഒറ്റത്തവണയായി തിരിച്ചടച്ചതിന്റെയും രേഖകൾ വെഞ്ഞാറമൂട് പോലീസ് ബാങ്കിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം അഫാൻ കൊലപ്പെടുത്താനായി ലക്ഷ്യമിട്ടിരുന്ന മറ്റ് 2 സ്ത്രീകളിൽ നിന്ന് തരപ്പെടുത്തിയ വായ്പ തിരിച്ചടയ്ക്കാൻ അബ്ദുൾ റഹീം നൽകിയ പണത്തിലെ ശേഷിച്ച തുക ഉപയോഗിച്ചതായാണ് പോലീസിന്റെ സംശയം. അതിനിടെ പേരമലയിലെ വീട്ടിലേക്ക് ഇനി താമസിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ഷെമിയെ മാനസിക നില വീണ്ടെടുക്കുന്നതുവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്ന കാര്യമാണ് ബന്ധുക്കളും പോലീസും ചേർന്ന് ആലോചിക്കുന്നത്.
കുടുംബത്തിലെ 5 പേരെ മൂത്ത മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചെങ്കിലും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ ഷെമി ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പോലീസിന്റെ മൂന്നാം മുറ പ്രയോഗം പലപ്പോഴും കണ്ടിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യരോട് യാതൊരു മനസാക്ഷിയുമില്ലാതെ പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. തിരുവനന്തപുരം മംഗലപുരത്ത് യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത് ഭാര്യയുടെയും മക്കളുടെയും കൺമുന്നിൽ വെച്ചാണ്. ഉത്സവ ഘോഷയാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് മുരുക്കുംപുഴ സ്വദേശി ഷിബുവിനെ SIM സംഘവും അകാരണമായി മർദ്ദിച്ചത്. ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത തന്നെ എന്തിനാണ് മർദ്ദിച്ചതെന്ന് ഷിബുവിന് ഇപ്പോഴും അറിയില്ല. മുരുക്കുംപുഴ സ്വദേശി 38-കാരനായ ഷിബുവിനെ മക്കളുടെയും ഭാര്യയുടെയും സാന്നിധ്യത്തിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ഈ മാസം 8-ന് രാത്രി 11 മണിയോടെ ക്ഷേത്രത്തിലെ ഉത്സവഘോഷയാത്ര കഴിഞ്ഞ് കുട്ടികൾക്ക് കരിമ്പ് വാങ്ങാൻ പോയപ്പോഴായിരുന്നു മർദ്ദനം. ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത തന്നെ എന്തിനാണ് മർദ്ദിച്ചതെന്ന് അറിയില്ലെന്ന് ഷിബു പറയുന്നു. ഞാൻ കരിമ്പ് വാങ്ങിച്ച് മക്കളെ വിളിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത് തന്നെ. ഈ പ്രശ്നം എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ അവസാനമാണ് മക്കൾ പറഞ്ഞ് പോവാന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വരണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ ആ മൂർത്തി നട ഫ്രണ്ട് വാതൊക്കെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്നെ ബാക്കിൽ നിന്ന് 2 അടി എൻ്റെ ഷോൾഡറിൽ വീണു. നല്ല അടിയായിരുന്നു. എൻ്റെ 2 കൈയും പൊക്കാതായപ്പോൾ ഞാൻ തിരിഞ്ഞ് ആറാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ പോലീസുകാർ. അപ്പോൾ ഞാൻ എന്തിനെന്നെ അടിക്കുന്നു, എന്ത് തെറ്റാ ഉള്ളതെന്ന് ചോദിച്ചു. എന്നെ മക്കളെ മുമ്പിട്ട് അടിക്കില്ലേ, എൻ്റെ മക്കളൊക്കെ നിൽക്കുകയാണ്, എന്നെ അവരെ വിട്ട് മുമ്പിട്ട് അടിക്കില്ലേ എന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞിട്ട് പോലും എന്നെ കേൾക്കാതെ വളഞ്ഞിട്ടടിച്ച്. SI ഒറ്റയ്ക്കല്ല, SIയുടെ കൂടെ 5 പേര് ഉണ്ടായിരുന്നു. ആ ജീപ്പിൽ ഉണ്ടായിരുന്നവരാണ് എന്നെ അടിച്ചത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിബുവിനെ ആദ്യം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ ഷിബുവിന് ഇപ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 മംഗലപുരം. പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത് കൊല്ലം കൊട്ടിയത്ത് പോലീസിന് നേരെ ഉണ്ടായ ഒരു അതിക്രമമാണ്. മോഷണക്കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയപ്പോഴാണ് കൊട്ടിയം സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെ ആക്രമണമുണ്ടായത്. പുതുച്ചിറ സ്വദേശി ഗോകുലാണ് പോലീസിനെ കൈവിലങ്ങ് കൊണ്ട് മർദ്ദിച്ചത്. SI സോമരാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് ലാൽ എന്നിവർക്ക് പരിക്കേറ്റു. പ്രതിയെ കീഴ്പ്പെടുത്തിയതിനു ശേഷം പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച രാവിലെ മൈലാപ്പൂർ ഭാഗത്ത് വെച്ച് സ്ത്രീയുടെ മാലയും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതിയെ പിടികൂടാൻ എത്തിയതായിരുന്നു കൊട്ടിയം പോലീസ്. വ്യാഴാഴ്ച വൈകിട്ട് 3:30 ചെറിയ കുറ്റിമുക്കിന് സമീപം ഗോകുൽ എന്ന പ്രതിയെ പിടികൂടുന്നതിനിടയിലായിരുന്നു അക്രമം. പ്രതിയെ കയ്യാമം വെച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. മൈലാപ്പൂർ ഭാഗത്തുനിന്ന് ഒരു മാലയും മൊബൈലും പോയെന്നും പറഞ്ഞൊരു പരാതി ഉണ്ട്. ആ പരാതി ഇങ്ങനത്തെ അടിസ്ഥാനത്തിൽ അവിടെ പോയതാണ്. അപ്പോൾ ലൊക്കേഷൻ എടുത്തപ്പോൾ അത് ലൈവുണ്ട്. അപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്നതിൻ്റെ സ്ഥലത്ത് പോയതാണ്. സ്ഥലത്ത് പോയി അപ്പോൾ ഞങ്ങൾ 2 പേരും വന്നു. പരാതിക്കാർ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇവരെ നമ്മൾ കീഴടക്കാൻ 3 പേര് ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ നമ്മളെ ഹാൻഡ് ഗ്രൂപ്പ് അവരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. അപ്പോൾ അത് വെച്ച് ഇടിച്ചതാണ്. കൈവിലങ്ങ് കൊണ്ടുള്ള അടിയേറ്റ് പോലീസുകാരായ സോമരാജ്, സന്തോഷ് എന്നിവർക്ക് തലയ്ക്ക് പരിക്കേറ്റു. സംഭവം അറിഞ്ഞ് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തിയാണ് ഗോകുലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് 18 കൊല്ലം. സൗഹൃദം നടിച്ച് കൂടെ കൂടുന്ന ചില സ്ത്രീകളുണ്ട്. അവരുടെ ഉള്ളിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം. സ്വത്തും പണവും മോഹിച്ച് ഇങ്ങനെ ഒപ്പം കൂടുന്നവരെ സൂക്ഷിക്കണം. കോഴിക്കോട്
സ്വർണ്ണാഭരണ നിർമ്മാതാവിൽ നിന്നും 15 ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെടുത്തത് ജീവനക്കാരനുമായുള്ള സൗഹൃദം മുതലെടുത്താണ്. കേസിൽ മുംബൈ സ്വദേശികളായ 2 യുവതികളെ കാസർഗോഡ് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് നല്ലളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് പോലീസിന്റെ സമർത്ഥമായ ഇടപെടലിലൂടെ വലയിലായത്. കോഴിക്കോട്ടെ സ്വർണ്ണാഭരണ നിർമ്മാതാവിൽ നിന്ന് തട്ടിയെടുത്ത 150 ഗ്രാം സ്വർണവുമായി മുംബൈയിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിലാണ് 2 യുവതികളെ ഹോസ്ദുർഗ് പോലീസ് സാഹസികമായി പിടികൂടിയത്. മുംബൈ സ്വദേശികളായ ശ്രദ്ധ രമേശ് എന്ന ഫിർദ, സൽമാ ഖാദർ ഖാൻ എന്നിവരാണ് പിടിയിലായത്. സ്ഥാപന ഉടമ വടകര സ്വദേശി സുരേഷ് ബാബുവിന്റെ പരാതിയിൽ കോഴിക്കോട് നല്ലളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് ഇരുവരും. കോഴിക്കോട് ചെറുവണ്ണൂർ ശാരദാ മന്ദിരത്തിൽ നിന്ന് റഹ്മാൻ ബസാറിലേക്ക് പോകുന്ന വഴിയിലെ ആഭരണ നിർമ്മാണശാലയുടെ വാടക വീട്ടിൽ നിന്ന് വ്യാഴാഴ്ചയാണ് യുവതികൾ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയത്. സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഹനീഫ് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ വെച്ച് ശ്രദ്ധയുമായി പരിചയത്തിലായിരുന്നു. ഈ ബന്ധത്തിന്റെ പേരിലാണ് യുവതികൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെത്തിയത്. മുംബൈയിൽ തുടങ്ങുന്ന ജ്വല്ലറിയിലേക്ക് 200 ഗ്രാം സ്വർണം എത്തിച്ചാൽ 60,000 രൂപ ലാഭം കിട്ടുമെന്നാണ് യുവതികൾ ഹനീഫയോട് പറഞ്ഞത്. വിവിധ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കാൻ പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും ഹനീഫയുടെ മൊബൈൽ ഫോണും കൈക്കലാക്കിയാണ് ഇവർ മുങ്ങിയത്. കോഴിക്കോട് രജിസ്ട്രേഷനുള്ള കാറിൽ യാത്ര ചെയ്ത ഇവരെ പുതിയകോട്ടയിൽ റോഡ് ബ്ലോക്ക് ചെയ്താണ് പിടികൂടിയത്. ബസ്സിലാണ് ഈ പ്രതികൾ വരുന്നതെന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. 2 സ്ത്രീകളാണ്. ആ സ്ത്രീകൾ ബസ്സിലാണ് വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബസ്സാണ് സെർച്ച് ചെയ്തത്. പക്ഷെ ഞങ്ങൾ പുതിയകോട്ടയിൽ DYSPയുടെ നേതൃത്വത്തിൽ ഞാനും ടീമും DYSPയും ഉണ്ടായിരുന്നു. മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ചു. അവസാനം കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന ഒരു ടാക്സി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഫോട്ടോയിൽ അയച്ചു തന്ന ആ സ്ത്രീയെ തിരിച്ചറിയുകയും അവരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുവന്ന് പരിശോധന നടത്തിയപ്പോൾ 6 പാക്കറ്റുകളിലായിട്ട് ഏകദേശം 200 ഗ്രാമിനടുത്ത് സ്വർണം കണ്ടെത്തി. ഇവരുടെ പക്കൽ നിന്ന് 150 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തി. കാഞ്ഞങ്ങാട്ടെത്തിയ നല്ലളം പോലീസ് യുവതികളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ന്യൂസ് 18 കാസർഗോഡ്. ഒരു മനുഷ്യൻ വിഷാദരോഗിയായി മാറാൻ നിസ്സാര കാരണങ്ങൾ മതി. പോലും അറിയില്ല നമ്മുടെ ജീവിതം കീഴ്മേൽ മറിയാൻ. ജീവിതത്തിൽ തോറ്റു എന്ന് തോന്നിയാൽ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നവരെ കാണാം. ഉന്നത വിദ്യാഭ്യാസവും പണവും ഉണ്ടെങ്കിലും ഇത്തരം നെഗറ്റീവ് ചിന്ത നമ്മളെ വേട്ടയാടാം. തിരുവനന്തപുരം പാറശാലയിൽ യുവ വനിതാ ഡോക്ടർ ജീവനൊടുക്കിയ സംഭവം എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. പാറശാല സ്വദേശിനി സൗമ്യയാണ് കഴുത്ത് മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകാത്തത് അവരെ മാനസികമായി അലട്ടിയിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നെയ്യാറ്റിങ്കര അമരവിള സ്വദേശി ആദർശിന്റെ ഭാര്യയാണ് സൗമ്യ. അനൂപിന്റെ അമ്മ ചികിത്സയിലായതിനാൽ അവർക്കൊപ്പമാണ് വ്യാഴാഴ്ച രാത്രി സൗമ്യ ഉറങ്ങാൻ കിടന്നത്. രാത്രി 1 മണിയോടെ യുവതിയെ കാണാത്തതിനെ തുടർന്ന് ഭർത്തൃമാതാവ് അടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന അനൂപിനെ ഫോണിൽ വിളിച്ചറിയിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് സൗമ്യ വീട്ടിലെ ശുചിമുറിയിൽ കഴുത്തിലും കൈയിലും മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇതാണ് വീട്ടുകാർ പോലീസിന് കൊടുത്ത മൊഴി. തുടർന്ന് നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ദന്ത ഡോക്ടറായ സൗമ്യ 4 വർഷം മുമ്പാണ് വിവാഹിതയായത്. കുട്ടികളില്ലാത്തത് ഇവരെ മാനസികമായി അലട്ടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഭർത്താവ് അനൂപ് ടെക്നോപാർക്ക് ജീവനക്കാരനാണ്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കാസർഗോഡ് തോക്ക് ചൂണ്ടി ലക്ഷങ്ങൾ കവർന്ന സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ രവീന്ദ്രന്റെ ഉള്ളിൽ ഭയമാണ്. ഒരു കമ്പനിയിലെ മാനേജരായ കോഴിക്കോട് സ്വദേശി രവീന്ദ്രനെ ബീഹാർ സ്വദേശികളായ 4 അംഗ സംഘമാണ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ തട്ടിയെടുത്തത്.
എന്നാൽ പ്രതികളെ പിടികൂടിയപ്പോഴാണ് അറിഞ്ഞത് അതൊരു കളിത്തോക്കാണെന്ന്. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 4 പ്രതികളെയും ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ബീഹാർ സ്വദേശികളായ ഇബ്രാൻ ആലം, മുഹമ്മദ് മാലിക്, മുഹമ്മദ് ഫാറൂഖ്, അസം സ്വദേശി ധനഞ്ജയ ബോറ എന്നിവരെയാണ് കോടതി ഹോസ്ദുർഗ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതെങ്കിലും 2 ദിവസത്തേക്ക് മാത്രമേ കസ്റ്റഡി അനുവദിച്ചുള്ളൂ. കല്യാൺ റോഡിന് സമീപം ഏച്ചിക്കാനത്തെ ജാസ് ഗ്രാനൈറ്റ് അഗ്രിഗേറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്റ്റോക്ക് യാർഡിന്റെ മാനേജർ കോഴിക്കോട് മരുതോങ്കര സ്വദേശി PP രവീന്ദ്രനെ ആക്രമിച്ച് 10,20,000 രൂപ കവർന്ന പ്രതികളാണ് വീണ്ടും പോലീസ് കസ്റ്റഡിയിലായത്. നഷ്ടപ്പെട്ട തുകയിൽ ഭൂരിഭാഗം തുകയും അറസ്റ്റിലായ ഉടൻ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച കളിത്തോക്ക് സംഭവ സ്ഥലത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് വെച്ച് അവർ വാഹനം ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെ ഒരു കാട്ടിലേക്ക് അവരുടെ ബാഗ് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് അവർ ആ ബാഗ് എടുത്തു തരികയും അതിനകത്ത് നിന്ന് ഒരു തോക്ക്, ഒരു പിസ്റ്റൾ മോഡലിലൊരു കളിത്തോക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം മാനേജറുടെ കയ്യിലുണ്ടായിരുന്ന കീ, ചാർജർ, ഇതൊക്കെ ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടെത്തി റിക്കവറി ചെയ്തിരിക്കുകയാണ്. 27 റിക്കവറിയാണ് ചെയ്തത്. ആ റിക്കവറി നമ്മളെ എവിഡൻസിലേക്ക് പ്രധാനപ്പെട്ടതാണ്. 4 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇബ്രാനാണ് നമ്മളെ കൊണ്ടുപോയി ആ ബാഗ് കാണിച്ചു തന്നത്. പ്രതികളെ കൃത്യം നടന്ന സ്ഥലത്തുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികൾ സഞ്ചരിച്ച റെന്റേ കാർ കൃത്യം നടന്നതിന് പിറ്റേ ദിവസം തന്നെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കണ്ടെത്തിയിരുന്നു. രവീന്ദ്രൻ ക്രഷർ പൂട്ടി കല്യാൺ റോഡിലെ താമസ സ്ഥലത്തേക്ക് പോകാൻ ഓട്ടോ കാത്തു നിൽക്കവെയായിരുന്നു സംഘം പണം കവർന്ന് രക്ഷപ്പെട്ടത്. പ്രതികൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകാൻ ബീഹാറിൽ നിന്നും ബന്ധുക്കൾ ഹോസ്ദുർഗ് ബാറിലെ അഭിഭാഷകനെ ബന്ധപ്പെട്ടു. അസം സ്വദേശി ധനഞ്ജയ ബോറയ്ക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. രാസലഹരി വിൽപ്പന നടത്തുന്ന ടാൻസാനിയ പൗരത്വമുള്ള 2 പേരെ പഞ്ചാബിലെത്തി പിടികൂടി കോഴിക്കോട് കുന്നമംഗലം പോലീസ്. പഞ്ചാബിൽ വിദ്യാർത്ഥികളായ ഡേവിഡ്, അദ്ക, ഹറൂണ എന്നിവരെയാണ് പിടികൂടിയത്. ടാൻസാനിയയിലെ ജഡ്ജിയുടെ മകനാണ് ഡേവിഡ് എന്ന് പോലീസ് പറഞ്ഞു. കൊച്ചിയിൽ ബൈക്കിൽ കടത്താൻ ശ്രമിച്ച 10 ഗ്രാം ഹെറോയിൻ എക്സൈസ് പിടികൂടി. പ്രതി അസം സ്വദേശി ഷാജഹാൻ ഓടി രക്ഷപ്പെട്ടു. മലപ്പുറം വളാഞ്ചേരിയിൽ MDMAയുമായി 2 യുവാക്കൾ പിടിയിലായത് എടയൂർ സ്വദേശി സുഹൈൽ, കറ്റട്ടിക്കുളം സ്വദേശി ദർവേഷ് ഖാൻ എന്നിവർ. ഇടുക്കിയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായത് രാജാക്കാട് സ്വദേശി അഭിനന്ദ്. അച്ഛനോ അമ്മയോ വഴക്കു പറഞ്ഞാൽ വീട് വിട്ടിറങ്ങുന്ന കുട്ടികൾ കൊച്ചിയിലും തിരൂരിലും ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. കൊല്ലം ആവണീശ്വരത്ത് അമ്മ വഴക്കു പറഞ്ഞതിനാണ് 7ാം ക്ലാസ്സുകാരി നാടുവിട്ടത്. മകളെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി. പിന്നാലെ ജില്ലയിലെമ്പാടും വല വിരിച്ച് പോലീസിന്റെ അന്വേഷണം. രാത്രിയോടെ അമ്മയ്ക്ക് 13-കാരിയുടെ ഫോൺ കോൾ. അമ്മയോട് പിണങ്ങി വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി നേരെ പോയത് മലപ്പുറം തിരൂരിലേക്കാണ്. സംഭവം അറിഞ്ഞ് പോലീസ് അവിടെ എത്തി. മകളെ കണ്ടെത്തി മാതാപിതാക്കൾക്ക് കൈമാറി. ഈ തലമുറയിലെ കുട്ടികൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? ചെറുപ്പം മുതലേ മക്കളെ ലാളിച്ചും ചോദിക്കുന്നതെല്ലാം വാങ്ങി നൽകിയും വളർത്തുന്ന അച്ഛനമ്മമാർ തന്നെയാണ് കുട്ടികളെ ഇങ്ങനെ വഷളാക്കിയത്. ഒടുവിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് കുട്ടികൾ കയറെടുക്കുകയും നാടുവിടുകയും ചെയ്യുമ്പോൾ കണ്ണീര് കുടിക്കുന്നതും ഈ മാതാപിതാക്കളാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.